സാന്ത്വനം സീരിയൽ അവസാനിച്ചതിനു ശേഷം പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റുന്ന ഒരു പരമ്പരയാണ് ഏഷ്യാനെറ്റിലെ ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. മോഹൻലാൽ പ്രിയൻ സിനിമ, ചിത്രം തുടങ്ങി നിരവധി സിനിമകളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായിരുന്ന നടി രഞ്ജിനി, സജിത പേട്ടി തുടങ്ങി ഒരു വലിയ താരനിര തന്നെ സീരിയലിൽ അണിനിരക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി പരമ്പരയുമായി ബന്ധപ്പെട്ട് ചില മോശം വാർത്തകൾ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ പ്രചരിക്കുകയാണ്. ചന്ദ്രകാന്തം പരമ്പരയിലെ പ്രധാന താരങ്ങളായ രഞ്ജിനിയും സജിത പേട്ടിയും തമ്മിൽ വഴക്കു നടന്നെന്നും അത് കയ്യാങ്കളിയായെന്നുമാണ് വാർത്തകൾ പ്രചരിച്ചത്. തങ്ങളിൽ ആരാണ് സീനിയർ എന്നതിനെ ചൊല്ലി നടിമാർ തമ്മിലുള്ള ഈഗോയാണ് വഴക്കിന് കാരണമായതെന്നും ഒപ്പമുണ്ടായിരുന്നവർ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചെങ്കിലും കാര്യങ്ങൾ കൈവിട്ടുപോയി. രഞ്ജിനിയും സജിതയും തമ്മിലുള്ള ഈ വഴക്കിനെ ചൊല്ലി സീരിയലിന്റെ ചിത്രീകരണം വരെ നിർത്തിവെച്ചെന്നും വാർത്തകൾ വന്നിരുന്നു. അവിടെ സത്യത്തിൽ എന്താണ് നടന്നതെന്ന് വ്യക്തമാക്കി ആരോപണ വിധേയരായ നടിമാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ. തങ്ങളെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകളെല്ലാം ഫേക്ക് ന്യൂസാണെന്നും സീരിയൽ സെറ്റിൽ അങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ലെന്നും പറയുകയാണ് സജിത പേട്ടിയും രഞ്ജിനിയും. സജിത പേട്ടിയുടെ ഓൺലൈൻ ചാനലായ എസ് വേൾഡിൽ ഇരുവരും ചേർന്ന് വീഡിയോ പങ്കിട്ടുകൊണ്ടാണ് സത്യം വെളിപ്പെടുത്തിയത്. വ്യാജ വാർത്തകൾ വിശ്വസിക്കരുത്, എന്നിരുന്നാലും ഫേക്ക് ന്യൂസ് കൊണ്ട് തങ്ങളുടെ ചാനലിന്റെ റേറ്റിംഗ് കൂടി. ഇവിടെ ഇപ്പോൾ ആർക്കാണ് തല പൊട്ടിയത്? എനിക്കാണോ സജിത പേട്ടിക്കാണോ? രണ്ടുപേർക്കുമല്ല. രണ്ടുപേരുടെയും തല നന്നായി ഇരിക്കുന്നല്ലോ, ഇരുവരും ചിരിച്ചുകൊണ്ട് പറയുന്നു. എന്തൊക്കെ വാർത്തകളാണ് വരുന്നത്? ഇവിടെ ആർക്കും തല പൊട്ടിയിട്ടില്ല, നല്ല രീതിയിലാണ് പോകുന്നതെന്ന് സജിതയും രഞ്ജിനിയും പറയുന്നു. ഇവിടെ എല്ലാവരും സന്തോഷമായിരുന്നു. സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് തന്നെ അറിയില്ല. ഇങ്ങനെയൊരു സംഭവം പുറത്തു വൈറലാകുന്നുണ്ടെന്ന് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. സീരിയൽ പ്രേക്ഷകരോട് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിൽ സീരിയലുമായി ബന്ധപ്പെട്ടു വന്ന ന്യൂസ് ഫേക്കാണ്. അങ്ങനെയൊരു ന്യൂസ് വന്നത് നന്നായി എന്നും ഇരുവരും പറയുന്നു. ചന്ദ്രകാന്തം സീരിയലിന്റെ റേറ്റിംഗ് കൂടിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് റേറ്റിംഗ് കൂട്ടാൻ ഇനിയും സഹായിക്കുക. കൂടാതെ നടി രഞ്ജിനി ഒരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് സൈബർ ക്രൈമാണ്. മാത്രമല്ല താനൊരു ലോയറും കൂടിയാണെന്നും ഇനി എന്തു ചെയ്യണമെന്ന് തനിക്കറിയാമെന്നും രഞ്ജിനി പറയുന്നു. ചന്ദ്രകാന്തം ഫേമസ് ആക്കി തന്നതിന് നന്ദി, ഞങ്ങൾ ഹാപ്പിയാണെന്ന് സജിതയും കൂട്ടിച്ചേർത്തു.